ഇത്രയധികം സന്തോഷമുള്ള ഒരു നിമിഷമില്ല. കാരണം ഒരുപാട് ചേട്ടന് വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമുണ്ട്. ഒരിക്കലും ഇങ്ങനെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ല അദ്ദേഹം പലരെയും സഹായിച്ചുകൊണ്ടിരുന്നത്. ഈ സഹായങ്ങളൊക്കെ ഞാനത് തുറന്നു പറയുന്നത് വെച്ചാൽ ഒരുപാട് നമ്മുടെ സിനിമയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ കല്യാണം, ഒരുപാട് ആളുകളുടെ പഠിപ്പിക്കല്, ഒരുപാട് പ്രശ്നങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ഒരിക്കലും ഒരു രാഷ്ട്രീയമോ ഒരു കാര്യമോ നോക്കാതെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടേയിരുന്നു. അന്നൊക്കെ നമുക്കൊരാഗ്രഹമായിരുന്നു ഈ പറയുന്ന ചേട്ടന്റെ വളർച്ച. ചേട്ടന് ആദ്യം മുതൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പലപ്പോഴും തഴയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കാരണം ആദ്യം ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചവർക്ക് പുല്ല് എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കയറി വാങ്ങി മാറാട്ടം മാറി. അങ്ങനെ പലതരത്തിലും എല്ലാ തരത്തിലും എല്ലാ അപകടങ്ങളിലും എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്ന് ഒരു സമയമെത്തിയപ്പോഴേക്കും ഈ പറയുന്ന കേന്ദ്രമന്ത്രിയാകുക എന്ന് പറയുന്ന അവസ്ഥയിൽ MP ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഈ ഭൂരിപക്ഷം, ഞാൻ എന്റെ ലൊക്കേഷനിലായിരുന്നു, എന്റെ കൂടെ ലാഭമായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ഭൂരിപക്ഷം വരുമ്പോൾ സുരേഷേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടനും പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പോയില്ല, കുറച്ചുകൂടി കഴിഞ്ഞേ പോകുന്നത് പറയും. അങ്ങനെ ഭൂരിപക്ഷം കോടി വരുമ്പോഴാണ് പിന്നീട് തോന്നുന്നു. അതിനുശേഷം MP ആയപ്പോൾ വിളിച്ചു, ചേട്ടാ മന്ത്രിയാകണേ എന്ന് പറഞ്ഞു. ചീത്ത വിളിച്ചു. ഞാൻ ഒരിക്കലും മന്ത്രിയാകില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്, ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്, ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞ. അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിലൊരു കള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മന്ത്രിയാവണമെന്നുള്ളത്. പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോൾ മനസ്സിലായി മന്ത്രിയാകുമെന്ന്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാല് തലയിൽ ഗുരുവായൂരപ്പൻ വരച്ച വര തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം വേണ്ട എന്ന് പറയുന്ന ഒരാളെ മന്ത്രിയാക്കുക, ഒരു ഗുരുവായൂർ പോലുള്ള ഒരു സ്ഥലത്തും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റു പ്രാന്തത്തിലുള്ള എല്ലാ മതസ്ഥരും ഒരുപോലെ വോട്ട് ചെയ്യുക, ഇത്രയധികം ഭൂരിപക്ഷത്തോട് ജയിക്കുക, ജനങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റുവാങ്ങുക, ഇതൊരു വലിയ കാര്യം തന്നെയാണ് ചേട്ടാ. ശരിക്കും എനിക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഈ വളരെ വിഷമം അനുഭവിക്കുന്നവരാണ്. സത്യസത്യമായി പലർക്കും അറിയാമെന്നത് 1 കോടി രൂപയാണ് ചേട്ടൻ നിങ്ങളുടെ ഫണ്ടിലേക്ക് തന്നത്. എത്ര പേരുണ്ട് ഇവിടെ സിനിമയിൽ? അത്തരം എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ഈ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ, ഈ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സ്വന്തം വീട്ടിലെ ചേട്ടൻ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അന്യനാണ് ഞാൻ. താങ്ക് യു.